നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷാഹു കുടുംബസഹായ ഫണ്ട് സമർപ്പണം ജില്ലാ കളക്ടർ PM ഫ്രാൻസിസ് നിർവഹിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. പാലപ്പെട്ടി ബീച്ചിൽ മരണപ്പെട്ട ഷാഹുവിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് കുടുംബസഹായ നിധി പ്രവർത്തകർ സ്വരൂപിച്ച 5,52,383 രൂപ ജില്ലാ കളക്ടർ PM ഫ്രാൻസിസ് ഷാഹുവിന്റെ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. ഇവിടെ താരാനാഥ് മാസ്റ്റർ പറഞ്ഞുപോയി, പഴയ നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തിന്റെ ഒരു നിഷ്കളങ്കത, തൊട്ടടുത്തുള്ള ആളുകളെ പറ്റി അന്വേഷിക്കാനും സഹോദരന്മാരെ പോലും കരുതുന്നതിനുമായിട്ടുള്ള ഒരു അന്തരീക്ഷം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വന്നിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ മറിച്ച് കുറച്ച് ടൗണിലാണ് ജീവിക്കുന്നതെങ്കിലും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാനും അനുഭവിക്കാനും സാധിച്ചിട്ടുള്ളതാണ്. കാലത്തിന്റെ തള്ളിച്ചയിൽ ഈ വികാരങ്ങളെല്ലാം കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി മാഞ്ഞു പോയിട്ടില്ല എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണ് തൊട്ടടുത്ത് വേദന അനുഭവിക്കുന്നവരെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരുന്നതിനും സഹായിക്കുന്നവരെ സംഘടിപ്പിക്കുന്നതിനായിട്ട് നേതൃത്വമുണ്ടാകുകയും ചെയ്യുക എന്നുള്ളത്. ഒരിക്കൽ കൂടി ഇതിന്റെ സംഘാടകരെയും നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട്. മറ്റൊട്ടനവധി പബ്ലിസിറ്റി കിട്ടുന്ന ഒരുപാട് പരിപാടികളുണ്ട്. എങ്കിലും മനുഷ്യനെ സഹായിക്കുന്ന, അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന വളരെ കുറച്ച് പരിപാടികളുള്ളൂ. അതിലൊന്ന് വളരെ അപൂർവമായിട്ട് കിട്ടുന്നതാണ് ഇതുപോലെയുള്ള ഒരു പരിപാടി. പാലപ്പെട്ടി ബീച്ചിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ IV സുന്ദരൻ അധ്യക്ഷനായി. PR താരനാഥൻ മാസ്റ്റർ, VR ഹരിദാസൻ മാസ്റ്റർ, സേവ്യൻ പള്ളത്ത്, KK ഹംസ, ബേബി പീതാംബരൻ, NM നകുലൻ, RR മോഹനൻ, NK അലി എന്നിവർ സംസാരിച്ചു. KK സോമൻ സ്വാഗതവും ദിലീപ് തോട്ടാരത്ത് നന്ദിയും പറഞ്ഞു. 3 മാസം മുമ്പാണ് ഷാവു മരണപ്പെടുന്നത്. ഇതേ തുടർന്ന് അനാഥരായ ഭാര്യയെയും 3 മക്കളെയും ഉമ്മയെയും സംരക്ഷിക്കുന്നതിനാണ് ഷാഹു കുടുംബസഹായ നിധി രൂപീകരിച്ചത്. കയ്പമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പുതിയ തലമുറ ഇന്ന് എല്ലാ കാലത്തും അങ്ങനെ പറയുന്നതാണ്. നിങ്ങളെ പറ്റി മാത്രമല്ല, ഞങ്ങളുടെ തലമുറയെ പറ്റി പഴയ തലമുറ പറയുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് എല്ലാ തലമുറയ്ക്കും പുതിയ തലമുറയോട് ഒരു ആശങ്ക ഉണ്ടാവാറ്, നിങ്ങൾ അങ്ങനെ ആവും എന്ന കാര്യത്തെ കുറിച്ച്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, നിങ്ങളെ കുറിച്ച് എനിക്ക് ആശങ്കയല്ലുള്ളത്, വളരെയേറെ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പ്രതീക്ഷയാണെന്ന് പറയാൻ കാരണം ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികൾ, ഞാനൊക്കെ പഠിക്കുന്ന കാലത്തെ കുട്ടികളെക്കാളും അവരുടെ ബുദ്ധിപരമായ കഴിവ് വളരെ കൂടുതലാണ്. കാരണം അക്ഷരം പഠിക്കുന്ന കാര്യത്തിൽ മുതൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം വരുന്ന കാര്യത്തിൽ വളരെ വലിയ ഒരു ഗ്രാസ്പിംഗ് കപ്പാസിറ്റിയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അത് കാരണം അവരുടെ ഇന്റലിജൻസിന്റെ പ്രത്യേകതയാണ്. അതിന് കാരണം അവർ വളർന്നു വരുന്ന സാഹചര്യം മുൻകാലങ്ങളെക്കാൾ അപേക്ഷിച്ച് അവർ പുതിയ പുതിയ ആധുനിക സാങ്കേതിക വിദ്യകളുടെ കാലഘട്ടത്തിൽ വളരുന്നു. സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ തലച്ചോറുണ്ടാവുന്ന വികാസം അങ്ങനെയാണല്ലോ. മനുഷ്യൻ ഈ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ എങ്ങനെയാണ് പരിണമിച്ചത്, അവനെങ്ങനെ ഓരോ കാലഘട്ടത്തിലൂടെ കടന്നുപോയി എന്ന് പറയുമ്പോൾ ആധുനിക ലോകത്തിലെ പുതിയ തലമുറ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് ആണ്. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AR രവീന്ദ്രൻ, വാർഡംഗങ്ങളായ വിനീത മോഹൻദാസ്, TP രഘുനാഥ്, പ്രീതി ഹരിദാസ്, ബീന MS, ദീപ ടീച്ചർ എന്നിവർ സംസാരിച്ചു. SFI ചന്ദ്രാപ്പിന്നി ഈസ്റ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചിത്രരചനാ ക്യാമ്പും മത്സരവും സംഘടിപ്പിച്ചു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം സുബിൻ ദാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വിദ്യാർത്ഥി ഏതാണ്ട് ജീവിതത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നൊരു സമയം. അതിൻ്റെ ഭാഗമായിട്ട് വിവിധങ്ങളായ
പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ യുവജനങ്ങളുടെയും എല്ലാം വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിക്ക് എതിരായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഷേധം എന്ന രീതിയിലേക്ക് നിങ്ങളുടെ ചിത്രങ്ങളും സമൂഹത്തോട് ഏറെ കടപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായമെല്ലാം രേഖപ്പെടുത്തുന്ന ക്യാമ്പായി ഇത് മാറ്റേണ്ടതുണ്ട്. ചിത്രരചന പഠിച്ച ആളുകൾ എത്ര പേരുണ്ട് ഇതിനകത്ത്? യൂണിറ്റ് പ്രസിഡന്റ് അശ്വന്ത് അധ്യക്ഷനായി. CPM ലോക്കൽ സെക്രട്ടറി MK ഫൽഗുണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ, DYFI നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി PA സഗീർ, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, ജമൈസൺ എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധിയാർജിച്ച ചൈനീസ് കിക്ക് ബോക്സിംഗിലേക്ക് തീരദേശത്ത് നിന്നും ഒരു താരോദയം. കയ്പമംഗലം കാളമുറി സ്വദേശിയായ ദീപക് KM ആണ് ഈ ഇനത്തിൽ സൗത്ത് ഇന്ത്യ തലത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ +2 വിഭാഗത്തിൽ കൊമേഴ്സ് വിദ്യാർത്ഥിയാണ്. ചന്ദ്രാപിന്നിയിലെ പവർ സോൺ ജിംനേഷ്യത്തിൽ 6 മാസം മുമ്പാണ് ദീപക് വുഷു എന്ന ആയോധന കലയ്ക്ക് ചേർന്നത്. ജില്ലാ ടീം കോച്ചും ദേശീയ ജഡ്ജുമായ അനീഷിന്റെ ശിഷ്യത്വത്തിലാണ് പഠനം ആരംഭിക്കുന്നത്. ടിവിയിലും കാസറ്റുകളിലും ബോക്സിംഗ് കാണുമ്പോൾ ദീപക്കിനും ആഗ്രഹമുണ്ടായിരുന്നു തനിക്കും ഒരു ചാമ്പ്യനാകണമെന്ന്. 6 മാസത്തെ കഠിനമായ പരിശീലനത്തിനൊടുവിൽ സൗത്ത് കേരള മത്സരത്തിൽ 90 കിലോവിൽ താഴെയുള്ള വിഭാഗത്തിൽ മത്സരിച്ചു. തിരുവനന്തപുരത്ത് നിന്നെത്തിയ വിദ്യാർത്ഥിയെ തോൽപ്പിച്ചാണ് കേരള ടീമിലേക്ക് സെലക്ഷൻ നേടിയത്. തുടർന്ന് നടന്ന വാശിയേറിയ സൗത്ത് ഇന്ത്യ മത്സരത്തിൽ പോണ്ടിച്ചേരിക്കാരനെയാണ് ദീപക് തോൽപ്പിച്ചത്. പവർ സോൺ ചന്ദ്രാപിന്നിലെ പവർ സോൺ ജിമ്മിൽ 6 മാസമായി അനീഷ് മാഷിന്റെ കീഴിൽ വുഷു ചൈനീസ് കിക്ക് ബോക്സിംഗ് പഠിച്ചു വരികയാണ്. ആദ്യമായി സൗത്ത് കേരള ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരത്തുള്ള ഒരു പയ്യനായിട്ട് കളിച്ച് ഫസ്റ്റ് കിട്ടി. പിന്നെ സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടുകയായിരുന്നു. അങ്ങനെ ഹൈദരാബാദിൽ വെച്ചേർന്ന വുഷു ചൈനീസ് കിക്ക് ബോക്സിങ്ങിൽ സ്വർണ്ണ മെഡലോടുകൂടി ഫസ്റ്റ് കിട്ടി. എൻ്റെ ഓപ്പണൻറ്റ് പോണ്ടിച്ചേരിക്കാരനായിരുന്നു. വളരെ കടുത്ത മത്സരമായിരുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അംഗീകാരമുള്ള ഈ ആയോധന കലയ്ക്ക് കേരളത്തിലും പ്രചാരമേറുകയാണ്. ഇത്തവണത്തെ സംസ്ഥാന സിൽവർ മെഡൽ ജേതാക്കളായ ഹാഫിസും റിസ്വാനും പവർ സോൺ ജിംനേഷ്യത്തിലെ വിദ്യാർത്ഥികളാണ്. സോഷ്യലിസ്റ്റ് ജനത ഡെമോക്രാറ്റിക് കയ്പമംഗലം പഞ്ചായത്ത് കൺവെൻഷനും വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് SJDയിൽ ചേർന്ന പ്രവർത്തകർക്കുള്ള സ്വീകരണവും കയ്പമംഗലത്ത് നടന്നു. കാളമുറി നോബിൾ പാലസിൽ നടന്ന കൺവെൻഷൻ SJD സംസ്ഥാന ജനറൽ സെക്രട്ടറി V കുഞ്ഞാലി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കുറച്ച് നാളുകളായിട്ട് ഇത്തരത്തിലുള്ള യോഗങ്ങളും സമ്മേളനങ്ങളും നടന്നു വരും. പാർട്ടിയിലേക്ക് സോഷ്യലിസ്റ്റ് ജനതയിലേക്ക് നിരവധി ആളുകൾ ചേരുവാൻ തയ്യാറായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കടന്നു വരുന്നതിൽ ഞങ്ങൾക്ക് അതിയായിട്ടുള്ള സന്തോഷവും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ചാലക്കുടി പരിയാരത്ത് CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ശ്രീ കുമാരൻ മുഹമ്മദ് തായ്നഗർ അധ്യക്ഷനായി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം യൂജിൻ മൊറാലി മുഖ്യപ്രഭാഷണം നടത്തി. അജി ഫ്രാൻസിസ്, സുധീർജി കൊല്ലാറ, MI സൈമൺ, അരിമ്പൂർ സേവ്യർ, ബഷീർ തൈവളപ്പിൽ, KK ബാബു, KM ഷൺമുഖദാസ്, PG ദീപക്, പോളി കുറ്റിക്കാടൻ, പ്രതാപ് സിംഗ്, അജിത് കൃഷ്ണൻ, സീനത്ത് കാരേക്കാട് എന്നിവർ സംസാരിച്ചു. മതിലകം കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ പരിധിയിലെ കടലോര ജാഗ്രതാ സമിതി പ്രവർത്തകരുടെ കുടുംബസംഗമം നടത്തി. കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കലുഷിതമായ ഒരു അന്തരീക്ഷമായിരുന്നില്ല. നമുക്കറിയാം, പണ്ട് കടലോര മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ മാറുന്ന ഇഷ്യൂസ് പോലീസ് ചില വിഴിഞ്ഞം അതുപോലെ തന്നെ പൂവാർ ഭാഗങ്ങളിലൊക്കെ തിരുവനന്തപുരം പൂവാർ ഭാഗങ്ങളിലൊക്കെ ചില സമയങ്ങളിൽ പോലീസിന് പോലും കടന്നുവെക്കാൻ പറ്റാത്ത രീതിയിൽ കടലോര മേഖല വളരെ
ഇതെല്ലാം കടൽ വഴിയാണ് ഭീകരത കയറി വരുന്നത്. കോസ്റ്റൽ CI സുകുമാരൻ അധ്യക്ഷനായി. BS ശക്തിധരൻ, ഗുഹരാജ് കൊച്ചിക്കാട്, വിജയൻ, മിനി തമ്പി, വേലായുധൻ, ദാസൻ, ജയൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷാഹു കുടുംബസഹായ ഫണ്ട് സമർപ്പണം ജില്ലാ കളക്ടർ PM ഫ്രാൻസിസ് നിർവഹിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി.